ഈ കെ എം മാണി മുഖ്യമന്ത്രിയാക്കാനുള്ളൊരു നീക്കം നടന്നു എന്ന് പറയുന്നുണ്ട്, അത് എത്രത്തോളം ശരിയാണ്? എനിക്കതിനകത്തൊന്നും പങ്കാളിത്തമില്ല. അത് യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ നമ്മളുടെ നന്ദകുമാർ പറയുന്നതാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കേട്ടത്. അത് അദ്ദേഹം വിശദീകരിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഉമ്മൻചാണ്ടി ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെപ്പോലൊരു മുഖ്യമന്ത്രിയല്ലാതെ ആ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. തിൻ മജോറിറ്റിയല്ലേ ഉള്ളൂ, ചെറിയ മജോറിറ്റി. രണ്ടുപേര് അവിടെ അച്യുതാനന്ദൻ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേര് ടോയ്ലറ്റിൽ പോയ ഈ സർക്കാർ വീഴും എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു സർക്കാരിനെ 5 കൊല്ലക്കാലം നടത്തിയ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊരു നല്ല വാക്ക് എല്ലാവരും പറയേണ്ടതല്ലേ? അതല്ലേ സത്യം? കെ എം മാണിക്ക് മതിയായ യോഗ്യത ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലല്ലല്ലല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ആ ഉമ്മൻചാണ്ടി അവിടെ നിന്ന് മാറ്റണം എന്ന് മാണി സാർ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ആലോചിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണശേഷം വന്ന കാര്യങ്ങളാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു കാര്യം കൂടി, ആ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ തന്നെ ഒന്നും കൂടി ചോദിക്കുകയാണ്. ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇതിനൊരു കണക്ഷൻ പറയുന്നത്, ആരോപണങ്ങൾ ഉയരുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ പോലെ CPM-ന്റെ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ചിലരെയെങ്കിലും രക്ഷിക്കാൻ ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് കഴിഞ്ഞു എന്ന് കരുതിയാൽ അതിനെ വിമർശിക്കാനാകുമോ? ഒട്ടും സത്യമില്ല, 100% പൊളി വർത്താനാണത്. അതിനകത്തൊന്നും ഒരു സത്യമില്ല. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ മുഴുവനുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ മതി. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ഞങ്ങൾ കൊണ്ടുപോകുന്നു. അവിടെ അതൊരു കൊലക്കേസാണ്. ആ ഒരു കൊലക്കേസുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു അജിറ്റേഷനെ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുമോ? രണ്ടും രണ്ടാണ്. അത് അജിറ്റേഷൻ നടത്താൻ അവർക്കൊരു റൈറ്റുണ്ട്, അവർക്ക് നടത്തിക്കോട്ടെ, ഞങ്ങൾക്കതിനെക്കുറിച്ച് തർക്കമില്ല. പക്ഷേ ഒരു കൊലക്കേസ് തേച്ചു മാച്ച് കളയുന്നതിന് വേണ്ടി നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ അത് ഈ ഭരണഘടന പിച്ച് ചിന്തുന്നതിന് തുല്യമാണ്. ഞങ്ങളത് സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. കാരണം ആ കേസിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ശിക്ഷിച്ചല്ലോ, കോടതി ശിക്ഷിച്ചല്ലോ. അപ്പീൽ അവർ പോയല്ലോ. അപ്പീൽ കോടതി എന്തായി? താഴത്തെ കോടതി വിട്ടവരെ കൂടി അപ്പീൽ കോടതി ശിക്ഷിച്ചു. അപ്പം ഞങ്ങൾ വളരെ കറക്റ്റായിട്ടാണ് ആ കേസ് കൊണ്ടുപോയത് എന്നുള്ളത്, ഒരു സ്വാധീനത്തിനും വഴങ്ങാതെയാണ് ആ കേസ് കൊണ്ടുപോയത് എന്നുള്ളത് എല്ലാവർക്കും കൃത്യം മനസ്സിലാകും. കേരളത്തിലെ ക്രിമിനൽ ഹിസ്റ്ററിയിൽ യഥാർത്ഥത്തിൽ റെക്കോർഡാണത്. ഈ കേരള കോൺഗ്രസിൻ്റെ ഇപ്പം വീക്ഷണം ഒരു ലേഖനം കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു. ഇപ്പോൾ അതിനെതിരെ പ്രതിച്ഛായ എഴുതിയിരിക്കുന്നു. ഈ കപ്പൽ മുങ്ങിച്ചാകാൻ പോകുന്നൊരു കപ്പലിൽ നിന്നും ജീവനക്കാർ, ലൈഫ് ബോട്ട് പ്രതീക്ഷിക്കുന്ന ജീവനക്കാർ നടത്തുന്ന ചില പ്രതികരണങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ആത്മാഭിമാനമുള്ള ആരെങ്കിലും UDF പോകുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ആർക്കാണ് ആത്മാഭിമാനം കുറവ്? നമുക്ക് ലേറ്റൻസി പൊളിറ്റിക്സ് അല്ലേ, ഒരു ദിവസം കൊണ്ടൊന്നും മാറുകയല്ലോ. അതുകൊണ്ട് നമുക്ക് ലേറ്റസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇപ്പം അതൊന്നും പറയുന്നത് അപ്രസക്തമാണ്. ഇപ്പം എല്ലാവരും വോട്ട് ചെയ്ത് വോട്ടെല്ലാം പെട്ടിക്കകത്തിരിക്കുകയാണ്. ആ വോട്ട് എണ്ണിയതിന് ശേഷമാണ് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള വാദങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നത്. അവരുടെ തൃപ്തി അവരുടെ മാനസികാവസ്ഥയാണ്. അത് അവരെ തൃപ്തിയാണെങ്കിൽ അവരെ തൃപ്തിയായിട്ട് വയ്ക്കട്ടെ, നമുക്കതിനൊന്നും വിരോധമില്ല. പക്ഷെ ജനങ്ങൾക്ക് തൃപ്തിയുണ്ടോ എന്നുള്ളത് വോട്ടെണ്ണുമ്പോൾ അറിയാം. അല്ല, അതറിയില്ല, അത് അവരാ പറയേണ്ടത്. ഞാൻ പറയുന്നത് ഘടകകക്ഷികൾ എന്നും പരിഗണിച്ചിട്ടുള്ളത് UDF ആണെന്നാണ് ആ ലേഖനത്തിൽ പറഞ്ഞത്. അത് എത്രത്തോളം ശരിയാണ്? അത് 100% ശരിയല്ലേ? അതൊക്കെ കറക്റ്റാണ്. ഘടകകക്ഷികൾക്ക് എല്ലാം, ഏത് ഘടകകക്ഷിക്കാണ് അവരുടെ ഒരു ഡിമാൻഡ് അംഗീകരിച്ചില്ല എന്ന് പറയുന്ന ഒരു ആവലാതി? മൈനറായിട്ടുള്ള വല്ലതും വന്നിട്ടുണ്ടാകാമെന്നുള്ളതല്ലാതെ മേജറായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കും. അതാണ് ഐക്യജനാധിപത്യ മുന്നണി. പാർട്ടി നിലപാടാണോ, കോൺഗ്രസിന്റെ നിലപാടാണോ വീക്ഷണം എഴുതിയത്? അത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിച്ചു. ഒരു കാര്യം കൂടി, ഇതിൽ ഈ വീക്ഷണത്തിൽ ഇപ്പോൾ മറുപടി പറയുമ്പോൾ, പ്രതിച്ഛായ മറുപടി പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഈ LDF-ന് നേട്ടം ഉണ്ടാക്കാൻ കാരണമായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. അതായത് UDF-ന് മറുപടി നൽകുന്നതിനൊപ്പം തന്നെ രാജ്യസഭാ സീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ LDF-നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചില കാര്യങ്ങൾ, എങ്ങനെയാണ് രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതെന്ന്. അപ്പോൾ എനിക്ക് അതൊരു സമ്മർദ്ദ ശക്തി അതിന് UDF-നെ ബലിയാക്കുന്നു എന്ന് ഞാൻ കരുതുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മുന്നണിയിൽ വളരെ സംതൃപ്തരായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു അലങ്കോലമില്ലാതെ പോവുകയാണ്. മുന്നണി നേതൃത്വമുണ്ട്, അതിൻ്റെ രാഷ്ട്രീയ കക്ഷികളുടെ സമുന്നതരായ നേതാക്കന്മാരുണ്ട്. അതിന് പുറത്തുള്ള ഈ മുന്നണിക്ക് നിന്നും ആ ഒരു ശക്തമായ രൂപത്തിലുള്ള പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആദർശനിഷ്ഠയുള്ള നല്ല നേതാക്കന്മാരുടെ ശ്രീ AK ആൻ്റണിയെപ്പോലെ എല്ലാവരും ഉണ്ട്.
അതുകൊണ്ട് ഞങ്ങൾ സംതൃപ്ത കുടുംബമാണ്. ഇനി അതിനകത്ത് ഞങ്ങളൊരു ഒരു പ്രശ്നത്തെക്കുറിച്ച് വിവാദമുണ്ടാക്കി അതിനകത്ത് കുഴപ്പമുണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് തൃപ്തിയായിട്ട് പോകട്ടെ. പിന്നെ ഇനി ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ ടേണിംഗ് പോയിൻ്റ് എവിടെയാണ്? വോട്ടെണ്ണിക്കഴിഞ്ഞതിന് ശേഷമാണ്. വോട്ടെണ്ണുന്നതിന് മുമ്പുള്ള വിവാദങ്ങളൊക്കെ അനുമാനങ്ങളും ഊഹക്കച്ചവടങ്ങളുമാണ്. ആ ഊഹക്കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിലെ സ്ട്രാറ്റജി നമുക്കുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ലെറ്റസ് വെയിറ്റ്, നമുക്ക് ലെറ്റസ് വെയിറ്റ്. അപ്പോൾ അറിയാമല്ലോ ആരെവിടെ, ആർക്കൊക്കെ എന്തൊക്കെ, അതിനെക്കുറിച്ച് ആ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം.